പീഡന ദൃശ്യങ്ങൾ അതാണ് കേസിൽ നിർണായകമായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ? പൾസർ സുനി പറയുന്നത് കേട്ടു നോക്കാം. അത് കണ്ടു കാണാം. ഇപ്പൊ പുള്ളിയല്ല, ഇപ്പൊ ഇവിടെ ഒരു 1000 പേര് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിനകത്തൊരു 5 പേരൊക്കെ എങ്കിലും കണ്ടേക്കണം. പക്ഷെ അത് എവിടെ മിണ്ടാൻ പറ്റാത്തോണ്ടും എവിടെ ഇത് പറയാൻ പറ്റാത്തോണ്ടും ഇല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. ഇപ്പൊ ഈ പറയുന്നത് ജീവേട്ടൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം അവന്റെ മുതലാളിയാണ് ഇത്. അപ്പൊ അവന്റെ ഇങ്ങനെ നിൽക്കുമ്പോ അവൻ ഒരിക്കലും ഇത് ചെയ്യില്ലെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി കാണും. റോഷിപാൽ, ഇപ്പോൾ 1000 പേരുള്ള ഇടത്ത് ആ 1000-ൽ 5 പേരെങ്കിലും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതാണ് പൾസർ സുനി പറയുന്നത്. നേരത്തെ ബാലചന്ദ്രകുമാർ ഒരു സിനിമാ ചർച്ചയ്ക്ക് ദിലീപിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ സംഘം ചേർന്നിരുന്ന ദിലീപിന്റെ സഹോദരനടക്കമുള്ളവർ ആ ദൃശ്യങ്ങൾ കാണുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണല്ലോ ബാലേന്ദ്രകുമാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. എവിടേക്കൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ വഴിയിലൂടെ പോയിട്ടുണ്ട് എന്ന് ഇയാൾ വിശദീകരിക്കുന്നുണ്ടോ? അതിന് മെമ്മറി കാർഡ് തന്റെ പക്കലുണ്ട് എന്ന് പറയുന്നു. അതെവിടെ എന്നതിൽ ഒരു വ്യക്തത അയാൾ നൽകുന്നുണ്ടോ? സ്മൃതി, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ യഥാർത്ഥ മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് എവിടെയാണെന്ന് പൾസർ സുനിക്കറിയാം എന്ന കൃത്യമായ സൂചനയുണ്ട് സംസാരത്തിൽ. പക്ഷെ അത് എവിടെയാണെന്ന് പറയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിലെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ, അതും ഏറ്റവും പ്രധാന തെളിവാണ്. അതും എവിടെയാണെന്നറിയാം. അത് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമെന്നാണ് പൾസർ സുനി ആ ചോദ്യത്തിന്റെ ഉത്തരമായി നൽകുന്നത്. ഏതായാലും ഇത് രണ്ടും എവിടെയാണെന്നറിയാം. പക്ഷെ അതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ പീഡന ദൃശ്യങ്ങൾ. ഏതാണ്ട് 2 മണിക്കൂർ കൊച്ചി നഗരത്തിലാകെ ഈ യുവനടിയെ കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനത്തിൽ ക്രൂരമായി പീഡനം നടത്തുന്നു. അത് ചിത്രീകരിച്ച ആ ദൃശ്യങ്ങൾ അത് പൊതു ഇടത്തിലുണ്ടെന്ന് പൾസർ സുനി പറയുമ്പോഴുള്ള ഒരു ആശങ്കയും വേദനയുമാണ് ഏറ്റവും പ്രധാനം. അന്ന് 2022 ഫെബ്രുവരി ആദ്യവാരം റിപ്പോർട്ടറാണ് ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്ന വാർത്ത പുറത്തേക്ക്. അത് കോടതി കസ്റ്റഡിയിലേക്ക് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട വിവരം ആദ്യം പുറത്തെത്തിക്കുന്നത്. ഏതായാലും പൾസർ സുനി പറയുന്നത്, പൾസർ സുനിയുടെ ഒരു ലഭിച്ച വിവരമാണ് പങ്കുവെക്കുന്നത്. 1000-ൽ 5 പേർക്കെങ്കിലും ഈ ദൃശ്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അവർ പുറത്തു പറയില്ല. പറഞ്ഞാലുണ്ടാകുന്ന നിയമക്കുരുക്കാണ് അവർ അത് പുറത്തു പറയാതിരിക്കാനുള്ള കാരണം. അങ്ങനെയെങ്കിൽ ആരാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എവിടെ നിന്നാണ് ദൃശ്യങ്ങൾ പുറത്തായത്? അത് ആരൊക്കെ കണ്ടു? ദിലീപ് ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകാമെന്നാണ് പൾസർ സുനി പറയുന്നത്. ഒരു കാരണവശാലും ഈ കാര്യം ബാലേന്ദ്രകുമാർ എന്ന സംവിധായകൻ അത് പുറത്തു പറയില്ല എന്ന വിശ്വാസം ദിലീപിനുണ്ടാകാം. അതുകൊണ്ടാണ് ദിലീപ് ബാലേന്ദ്രകുമാറിനെ മുന്നിൽ വെച്ച് ദൃശ്യങ്ങൾ കണ്ടത് എന്ന അനുമാനവും പൾസർ സുനിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കലുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം, അത് തെളിയിക്കാൻ ഉതകുന്ന കൃത്യമായ തെളിവുകളിൽ ഒന്ന് ബാലേന്ദ്രകുമാറിന്റെ മൊഴിയായിരുന്നു. രണ്ടാമത്തേത് ദിലീപിന്റെ സഹോദരന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ഈ പീഡനത്തിന്റെ ദൃശ്യങ്ങളിലെ അതിന്റെ കൃത്യമായ നോട്ടുകളാണ്. ഓരോ സെക്കൻഡിലും എന്തൊക്കെയാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത് എന്ന് കൃത്യമായി, ആ ദൃശ്യങ്ങൾ എന്താണ്, ദൃശ്യങ്ങളിൽ പറയുന്നത്, അതിലെ ഏറ്റവും ചെറിയ ശബ്ദം പോലും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടാണ്. ആ ദൃശ്യം മണിക്കൂറുകൾ കണ്ടാൽ മാത്രമേ ആ നോട്ട് തയ്യാറാക്കാൻ കഴിയൂ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ആ കാര്യം പോലീസ് പിന്നീട് കോടതിയെ അടക്കം അറിയിച്ചതാണ്. അങ്ങനെ പൾസർ സുനിയുടെ കൈവശം ഇപ്പോഴും ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഉണ്ടെന്ന് പോലീസ് വിശ്വസിക്കുന്നുണ്ട് എന്നതാണ് അത് പ്രധാനപ്പെട്ട കാര്യം. അത് ദിലീപിന്റെ കൈവശവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആരുടെയൊക്കെ കൈകളിൽ നിന്നും ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ കൈമറഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത്. അത് നടിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുന്നതാണ്. നേരത്തെ ദൃശ്യങ്ങൾ ചോർന്നു എന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടപ്പോൾ വലിയ ആശങ്കയോടെ അന്ന് രാഷ്ട്രപതിയടക്കം നിവേദനം നൽകി. തൻ്റെ ജീവൻ പോലും അപകടത്തിലാണെന്ന് പറഞ്ഞ ആ അതിജീവിതയെ വീണ്ടും വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്, ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് സ്മൃതി ഇത്.